നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. റബ്ബർ വെട്ടിമാറ്റി റംബുട്ടാൻ കൃഷി, പിന്നാലെ വിലയിടിവ്, പ്രതിസന്ധിയിൽ കർഷകർ. റംബുട്ടാൻ വിലയിടിവിനെ തുടർന്ന് കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. അടിയന്തരമായി സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നാണ് ആവശ്യം. ഇക്കുറി വിപണിയിൽ റംബുട്ടാൻ കച്ചവടക്കാർ കുറഞ്ഞതും കാലാവസ്ഥാ പ്രശ്നവുമാണ് വിലയിടിവിന് കാരണമായത്. റബ്ബറിനുണ്ടായ വിലയിടിവും ടാപ്പിംഗ് തൊഴിലാളികളുടെ അഭാവത്തെയും തുടർന്ന് കർഷകർ വ്യാപകമായി റബ്ബർ വെട്ടിമാറ്റി റംബുട്ടാൻ കൃഷി ചെയ്യുകയായിരുന്നു. സ്ഥലപരിമിതിയുള്ളവരും വീട്ടുമുറ്റത്ത് 1ഉം 2ഉം റംബുട്ടാൻ കൃഷി ചെയ്തു. ഇതോടെ ആഭ്യന്തര വിപണിയിൽ റംബുട്ടാൻ പഴത്തിൻ്റെ ആവശ്യക്കാർ തന്നെ കുറയുകയും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യാത്തതും ഡിമാൻഡ് കുറയാനിടയാക്കി. പഴങ്ങൾ പറിച്ചു കഴിഞ്ഞ് കൂടുതൽ ദിവസം കളർ മാറാതെയും കേടുകൂടാതെയും സൂക്ഷിക്കുവാനുള്ള സൗകര്യക്കുറവും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. മുൻകാലങ്ങളിൽ റംബുട്ടാൻ കായ്ച്ചു തുടങ്ങി സീസൺ ആരംഭിക്കുമ്പോൾ തന്നെ കച്ചവടക്കാർ എത്തി വിലയുറപ്പിച്ച് അഡ്വാൻസ് നൽകി ചെടികളിൽ വലയിട്ട് സംരക്ഷിച്ച് യഥാസമയം പഴങ്ങൾ പറിച്ചു പോകുന്നത് പതിവായിരുന്നു. എന്നാൽ ഇക്കുറി അത്തരം കച്ചവടക്കാർ കുറവാണ്. സാഹചര്യം കണക്കിലെടുത്ത് കർഷകരെ സഹായിക്കാൻ ഹോർട്ടികോർപ്പ്, VFCK പോലുള്ള സർക്കാർ ഏജൻസികൾ വഴി റംബുട്ടാൻ സംഭരിക്കാൻ തയ്യാറായാലേ പ്രതിസന്ധിക്ക് പരിഹാരമാവുകയുള്ളൂ എന്നാണ് കർഷകരുടെ ആവശ്യം. നിലവിൽ വിപണിയിൽ കിലോയ്ക്ക് ഏകദേശം 180 രൂപ മുതൽ 350 രൂപ വരെയാണ് ചില്ലറ വിൽപ്പന. എന്നാൽ കൃഷിക്കാർക്ക് 80 രൂപ മുതൽ 100 രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ. സർക്കാർ തലത്തിൽ റംബുട്ടാൻ സംഭരണം നടത്തിയാൽ വിലയിടിവ് ഒരു പരിധിവരെയും പരിഹരിക്കാൻ കഴിയും. വിളവെടുപ്പ് സീസൺ ആരംഭിച്ചിട്ടും വ്യാപാരികൾ എത്താത്തതും മറ്റ് സംസ്ഥാനങ്ങളിലെ വിപണി തകർച്ചയും മഴയും കർഷകർക്ക് കനത്ത നഷ്ടമുണ്ടാക്കുന്നു. ഹോർട്ടികോർപ്പ്, VFCK പോലുള്ള സർക്കാർ ഏജൻസികൾ ഇടപെടുകയും നേരിട്ട് സംഭരിക്കുകയും ചെയ്താൽ കർഷകർക്ക് ന്യായവില ഉറപ്പാക്കാം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ കൃഷിക്കാർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായവും ആവശ്യമായ പരിശീലനവും നൽകണം. പഴങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ നൂതന സാങ്കേതിക വിദ്യകൾ സർക്കാർ തലത്തിൽ ലഭ്യമാക്കുന്നതും കർഷകർക്ക് സഹായകമാകും. അപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ ദിവസം വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ വെട്ടിമാറ്റിയിട്ട് റംബുട്ടാൻ കൃഷി ചെയ്തു. അവർക്കാണിപ്പോൾ ഇരുട്ടടിയായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റബ്ബർ എത്ര കിലോ കൊണ്ട് കൊടുത്താലും എടുക്കാൻ ആളുണ്ട്. നമ്മളിപ്പോൾ ഒരു 100 കിലോ റംബുട്ടാനോട്ട് പോയാൽ എടുക്കാൻ ആളില്ല. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ റബ്ബർ കൃഷി നിങ്ങൾ ആരും ഉപേക്ഷിക്കരുത്. അത് തന്നെയാണ് ദിവസവും ആദായം തരുന്ന ഒരു കൃഷി, മറ്റൊന്നില്ല. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.